ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം മുഴുവനായിട്ട് വാരി വെച്ചിട്ടുള്ള അരിയാണിത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ബസ്മതി അരി തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇതിന് വയനാടൻ കൈമയൊന്നും ഒട്ടും ടേസ്റ്റ് കൊടുക്കില്ല. അപ്പോൾ അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 7 കപ്പ് വെള്ളം നന്നായി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ചൂടാവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ഗ്രാമ്പും 1 പട്ടയും 1 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു 75% കുക്ക് ചെയ്തെടുത്താൽ മതി. 75-80% കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. വെള്ളം മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂട് കുറച്ച് പോയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒട്ടും പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിന് തലേ ദിവസം തന്നെ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒരു പാന് അടുപ്പിൽ ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതേ പാത്രം തന്നെ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയാ അരിഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ സവാള ആയതുകൊണ്ട് 1 എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ പകുതി മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ആ ഒരു ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റൈസ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഞാൻ ചേർത്ത് കൊടുക്കാൻ നമ്മൾ കയ്യിലുള്ള ചേരുവ വെച്ചിട്ടല്ലേ നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ മിക്കവരുടെയും കയ്യിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നല്ല തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായ ആ റൈസ് ഉണ്ടല്ലോ, കുക്ക് ചെയ്ത് മാറ്റി വെച്ച റൈസ്, അത് നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം.
ചോറ് മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സോയാ സോസും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തവിക്ക് പകരം ഇതുപോലെ ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരി ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് കുലുക്കി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അങ്ങനെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഡിഷോ മതി. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എഗ് ഫ്രൈഡ് റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഇതേ മെത്തേഡ് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.